സമയം രാവിലെ 5:35. ഇതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പ്. ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും 2-3 കഷ്ണം ബ്രെഡും ജാമും പിന്നെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് നേരെ റോഡോ മാൻഷനിലോട്ടാണ്. ബേസ് ക്യാമ്പിൽ നിന്ന് റോഡോ മാൻഷൻ വരെ 4 കിലോമീറ്റർ ഉണ്ട് ഓഫ് റോഡ്. അത് നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. അവിടെ നിന്ന് കറക്റ്റ് 6:20 നമ്മുടെ ട്രെക്കിംഗ് ആരംഭിച്ചു. സ്ട്രെയിറ്റ് ടു സൺറൈസ് പോയിന്റ്. ഡിസംബർ മാസമായതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 10 to 13 ഡിഗ്രി സെൽഷ്യസ്. തണുപ്പിൻ്റെ അല്ല, കാറ്റാണ് മെയിൻ വില്ലൻ. ഈ സൺറൈസിന് ശേഷം മീശപ്പുലിമല ട്രെക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കറക്റ്റ് 6:35 തന്നെ സൺറൈസ് കിട്ടി. നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു. നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ഹൈറ്റിലായതുകൊണ്ടും തന്നെ അടിപൊളി സൺറൈസ് ആയിരുന്നു. അപ്പോൾ ഈ ദൂരെ കാണുന്ന ഈ മഞ്ഞു മൂടി നിൽക്കുന്ന മലയാണ് കേട്ടോ മീശപ്പുലിമല. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ മീശപ്പുലിമല അടുത്തായിട്ട് തോന്നുമെങ്കിലും ഏകദേശം 8 മലകൾ കയറി ഇറങ്ങാനുണ്ട് ഇവിടെ വരെ എത്താനായിട്ട്. ഏകദേശം വൺ സൈഡ് 7.5 കിലോമീറ്റർ ട്രെക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് KFDC മൂന്നാർ നടത്തുന്ന മീശപ്പുലിമല ട്രെക്കിൻ്റെ ഫുൾ പാക്കേജ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. KFDC മൂന്നാർ 3 ടൈപ്പ് സ്റ്റേ പാക്കേജസ് നടത്തുന്നുണ്ട്. ഒന്ന് സ്റ്റേ അറ്റ് റോഡോ മാൻഷൻ, പിന്നൊന്ന് സ്റ്റേ അറ്റ് ബേസ് ക്യാമ്പ്, പിന്നെ സ്റ്റേ ഇൻ സ്കൈ കോട്ടേജ്. ഇത് മൂന്നുമല്ല ഞങ്ങളെടുത്തത് 1 ഡേ പാക്കേജാണ്. 1 ഡേ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് രാവിലെ 4 മണിക്ക് പിക്കപ്പ് ചെയ്തിട്ട് തിരിച്ച് ട്രെക്ക് കഴിഞ്ഞ് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിൻ്റെ ജീപ്പിൻ്റെ പൈസ നമ്മൾ തന്നെ നോക്കണം. അവർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും, നമ്മൾ ജീപ്പിന് പൈസ കൊടുക്കണം. അതൊരു ജീപ്പിന് 3300 വരുന്നത്. സീസൺ ടു സീസൺ ഈ പൈസ മാറാം. പിന്നെ ട്രെക്കിങ്ങിന് വരുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് 1000 റുപ്പീസാണ് 1 ഡേ പാക്കേജിൽ KFDC മൂന്നാറിൽ മീശപ്പുലിമലയ്ക്ക് വരുന്നത്. ഈ വിഷ്വൽസൊക്കെ തിരിച്ച് വരുമ്പോൾ എടുത്തതാണ് കേട്ടോ. കാരണം പോകുന്ന സമയത്ത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ വെളിച്ചുണ്ടായിരുന്നില്ല. ഈ സ്ഥലം കണ്ടാൽ ആരായാലും ഒന്ന് നിർത്തിപ്പോവും. ഇതാണ് സൈലൻറ്റ് വാലി. ഇത് പല സിനിമകളിൽ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. KFDC റോസ് ഗാർഡൻ മൂന്നാറിൽ നിന്ന് ബേസ് ക്യാമ്പ് വരെ ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. അതിൽ 8 കിലോമീറ്ററോളം ഫുള്ളി ഓഫ് റോഡാണ്. നമ്മൾക്ക് ഓഫ് റോഡ് പോകാൻ കെൽപ്പുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കൊണ്ടുപോകാം. അപ്പോൾ ഈ ജീപ്പിൻ്റെ പൈസ ഒഴിവാക്കാവുന്നതാണ്. ഇതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പ്. ഇവിടെ 2 ടൈപ്പ് സ്റ്റേ ആണുള്ളത്. ഒന്ന് ടെൻറ്റ് സ്റ്റേയും പിന്നെ ഒന്ന് സ്കൈ കോട്ടേജും. ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ട്രക്കായ റോഡോ മാൻഷനിലോട്ട്. ഈ വീഡിയോസ് ഒക്കെ തന്നെ എടുത്തത് രാവിലെ ട്രെക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. ഇതാണ് റോഡോ മാൻഷൻ. റോഡോ മാൻഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതാണ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും ഹൈറ്റുള്ള ഒരു സ്റ്റേ. ഏകദേശം 8000 feet above the sea level. അങ്ങനെ ട്രെക്ക് ചെയ്ത് ഏകദേശം 50% ഓഫ് ദ ട്രെക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 3.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഒരു ദിവസം മീശപ്പുലിമലയ്ക്ക് ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഒരു ദിവസം KFDC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡിൻ്റെ എണ്ണം. ഞങ്ങൾ ട്രെക്ക് ചെയ്ത സമയത്ത് ഏകദേശം 5 ഗൈഡോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതിരാവിലെ ഉണ്ടായിരുന്ന നല്ല കൊടും തണുപ്പിൽ നമ്മുടെ കൈയൊക്കെ ട്രെക്ക് ചെയ്യുമ്പോൾ തന്നെ മരവിച്ചു പോയിരുന്നു. പക്ഷേ ഒരു ഇത്തിരി വെയിലൊന്ന് ഉറച്ചപ്പോഴത്തേക്കും അതൊക്കെ പോയി നല്ല അടിപൊളി ക്ലൈമറ്റായി. പിന്നെ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സും പിന്നെ 2 കുപ്പി വെള്ളവും കയ്യിൽ കരുതുന്നത് നന്നാവും. പിന്നെ വെള്ളം തീർന്നാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെ റീഫിൽ ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഈ റോഡോഡെൻഡ്രോൺ മരങ്ങൾക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട്.
വളരെയധികം തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. പിന്നെ നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവറാണ്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ട്രീയുമാണിത്. മീശപ്പുലിമല ട്രെക്കിൻ്റെ അവസാന ഘട്ടങ്ങളിലെത്തി. ഇതാണ് അവസാനത്തെ ലാസ്റ്റ് സ്റ്റീപ്പ് മല. ഇത് കയറാൻ ഇച്ചിരി പാടായിരുന്നു. പണ്ട് കാലത്ത് TV സീരിയൽസിലൊക്കെ കാണിക്കുന്നൊരു സ്വർഗമില്ലേ, ഹെവൻ, അതായത് ഈ രാമായണം സീരിയൽ, മഹാഭാരതം സീരിയൽസിലൊക്കെ, അതായത് എബവ് ദി ക്ലൗഡ്സ്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഫീലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് എൻജോയ്മെൻറ്റ് കിട്ടിയില്ല. അതായത് ജസ്റ്റ് പിൻ ഡ്രോപ്പ് സൈലൻസിൽ കുറച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഈ മീശപ്പുലിമല പീക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു 360 വ്യൂ ആംഗിളാണ് കിട്ടുന്നത്. പിന്നെ ഗൈഡ് പറയുകയും ചെയ്തു ഇവിടുന്ന് ചൊക്രമുടി, ആനമുടി, ബോസ് പീക്ക്, കൊളുക്കുമല, ഈ പീക്സ് എല്ലാം തന്നെ കാണാമെന്ന്. പിന്നെ അവർ നമ്മൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരികയും ചെയ്തു. ഈ മലയിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് പേടി തോന്നും, കാരണം അത്രയ്ക്ക് ഹൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ വാലി സൈഡ്, ഈ താഴ്വാര ഭാഗത്ത് മൊത്തം റോഡോഡൻഡ്രോൺ മരങ്ങൾ പൂത്ത് നിൽക്കുക, ഫ്ലവേഴ്സൊക്കെ നല്ല ബ്ലൂം ചെയ്ത് റെഡ് കളറിൽ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിവിടെ ചെറുതും വലുതുമായിട്ട് കുറേ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് റോഡോഡൻഡ്രോൺ. പിന്നെ നമ്മൾ ട്രെക്ക് കയറി പോകുന്ന വഴിയല്ല തിരിച്ചിറങ്ങുമ്പോഴുള്ളത്. നമ്മുടെ ഗൈഡ് വേറെ വഴിയാണ് കൊണ്ടുവരുന്നത്. അത് കുറച്ചും കൂടി ആയാസമായിട്ടുള്ള വഴിയാണ്. നിങ്ങൾ വളരെയധികം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് മീശപ്പുലിമല. കുറേയധികം ഫ്ലവേഴ്സിൻ്റെ ഇനങ്ങളെയും ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റും ഈ ട്രെക്കിലൂടെ.